ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിജി. അങ്ങനെ ഓണത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് കുറച്ച് കോട്ടൻ്റെ സെറ്റ് മുണ്ടുകൾ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് തന്നെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 by 1 ആയിട്ട് ഞാൻ കാണിക്കാം. ആദ്യം തന്നെ എല്ലാം കൂടി കാണിക്കുന്നില്ല, ഞാൻ 2-3 വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ആയിപ്പോൾ നിങ്ങൾക്ക് അപ്പം അത് സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും. അപ്പം നമുക്ക് ആദ്യം തന്നെ സെറ്റ് മുണ്ട് കാണാം. ഫസ്റ്റ് കാറ്റഗറി കുറച്ചൊരു റിച്ച് ആയിട്ടുള്ളൊരു സെറ്റ് മുണ്ടാണ്. എങ്ങനെ ഇരിക്കും? ഇത് നല്ല വീതിയുള്ള കസവാണ്. ഇത്രയും വീതിയുണ്ട് ഇതിന്. എൻ്റെ കറക്റ്റ് കൈയുടെ വീതിയുണ്ട്. കണ്ടോ, ഇത്രയും നല്ല വീതിയുണ്ട്. ഇത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ്. ഇതിൽ ഗോൾഡും ഉണ്ട്, സിൽവറും ഉണ്ട്, കളറും ഉണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് അത്ര കോമൺ അല്ലാത്ത വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതെന്താ നല്ല രസമുണ്ട് ഇത് കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് എടുക്കാനായിട്ട്. കണ്ടുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇത് 2.8 ആണ്, 2.25 മീറ്ററാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഇത് വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ സെയിം തന്നെ വേറൊരു കളറുണ്ട്. ഇതൊരു ഫൂഷിയ പിങ്കാണ്. നല്ല അടിപൊളി പിങ്കാണ്. നല്ല രസമല്ലേ? ഇതൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ ഉടുക്കാൻ എന്ത് ഭംഗിയുള്ള സെറ്റ് മുണ്ടാണെന്ന് നോക്കൂ. ഇത് അതിൻ്റെ തന്നെ സിമിലറാണ്. ഗോൾഡും സിൽവറും ഉണ്ട്. ഇത് കുറച്ച് പ്രൈസ് സൈഡാണ്. അത്ര എക്സ്പെൻസീവ്, ഭയങ്കര എക്സ്പെൻസീവ് അല്ല, എന്നാലും ഒരു 900 ഒക്കെ വരും. കാരണം ഇത്രയും വീതി ഉള്ളതുകൊണ്ട്. ഇതൊരു നല്ല പിങ്കാണ്. അപ്പോൾ ഇതുപോലെ പിങ്ക് ബ്ലൗസിന് നല്ല ഭംഗിയായിരിക്കും ഇത്. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പറയുക, ഞാനത് അയച്ചു തരുന്നതായിരിക്കും. നെക്സ്റ്റ് കാറ്റഗറി ഒരു പേർപ്പിൾ ഷെയ്ഡാണ്. സാധാരണ പേർപ്പിൾ ഷെയ്ഡ് അങ്ങനെ സെറ്റ് മുണ്ടുകളിൽ വളരെ റെയറാണ്, അങ്ങനെ കിട്ടാറില്ല. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്തു. കാരണം പേർപ്പിൾ ഷെയ്ഡ് തപ്പി നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചു പേർപ്പിൾ ഷെയ്ഡ് കിട്ടുമോ എന്ന്. അങ്ങനെ ഞാൻ എടുത്തതാണിത്. ഇത് കണ്ടോ, ഇതിന് കുറച്ച് ലൈൻസ് അധികമുണ്ട്. ഇതിങ്ങനെ വരും. ഇതിന് നേവി ബ്ലൂ ബ്ലൗസ് ഇടാം, പേർപ്പിൾ ഷെയ്ഡ് ഇടാം, ഈ പിങ്കും വേണമെങ്കിൽ ഇടാം. കോൺട്രാസ്റ്റ് ആയിട്ട് ഇടുന്നവരുണ്ട്, ഒത്തിരി വെറൈറ്റി ആയിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പം ഈ ഒരു ബ്ലൗസിന് ഇത് കൊടുത്താലും ഭംഗിക്കുറവൊന്നുമില്ല, വേണമെങ്കിൽ മാച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലൈൻസ് അങ്ങനെയാണ്. ഈ പിങ്കും ബ്ലൂ ലൈൻസും അടുപ്പിച്ചടുപ്പിച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇതിൻ്റെ തന്നെ സെയിം വേറൊരു കളർ കൂടിയുണ്ട്. സെയിം തന്നെ പാറ്റേൺ എല്ലാം സെയിം ആണ്, കളർ മാത്രം ഡിഫറെൻ്റ് ആണ്. ഇത് ഓൾ ടൈം ഹിറ്റ് കളറാണ്, മെറൂണും ബ്ലാക്കും റെഡും ഒക്കെ. അപ്പോൾ ഇതാ കൂട്ടത്തിൽ പെട്ടാണ്. ഇത് മെറൂണാണ് വിത്ത് ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ബ്ലൗസിനും സ്റ്റൈൽ ചെയ്യാം നിങ്ങൾക്ക്. നല്ല ഭംഗിയുള്ള സെറ്റും ഉണ്ടാകും. അങ്ങനെ 2 എണ്ണം സെയിം സെറ്റ് സാരിയാണ്, സെറ്റ് മുണ്ടാണ്. സെറ്റ് മുണ്ട്. അടുത്ത വന്നിട്ട് സെയിം കാറ്റഗറിയാണ്, പക്ഷെ പല ലൈൻസിന് മാത്രം ഡിഫറൻസ് വരുന്നേ ഉള്ളൂ. ബാക്കി സിമിലർ ആണ് എല്ലാം. ഇതൊരു വൈൻ കളറാണ്. ഇതിൻ്റെയൊക്കെ കസവ് നല്ല കസവാണ്. കാരണം ഒറിജിനൽ കസവിൻ്റെ തന്നെ കളറാണ്. ഇത് യെല്ലോ അല്ല, നല്ല ഗോൾഡാണ്. ഇതൊരു വൈൻ ഷെയ്ഡാണ്. ഒരു എന്താ പറയുക, വേണമെങ്കിൽ ഒരു പ്ലം ഷെയ്ഡെന്ന് പറയാം. അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത്. ഇതിൻ്റെ തന്നെ കുറച്ചധികം ഒരു വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട്. ഇതതിൻ്റെ ഒരു പാറ്റേൺ ഡിഫറെൻ്റ് ആണ്, പക്ഷെ ഏകദേശം സിമിലർ ഒരു ലൈൻസ് ആണ് ഇതിൻ്റെ, കസവാണ് ഇതിൻ്റെ. ഇത് ഓറഞ്ചാണ്. ഓറഞ്ച് ഇഷ്ടമുള്ളവർക്ക് ഓറഞ്ച് എടുക്കാം. ഓറഞ്ചൊക്കെ നല്ല കളറാണ്, നമുക്ക് ഉടുത്താൽ നല്ല ഭംഗിയുള്ള കളറാണ്. ഇത് ഏത് സ്കിൻ ടോൺ ഉള്ളവർക്കും ചേരുന്നൊരു ഷെയ്ഡാണ് ഓറഞ്ച്. അത്ര പ്രശ്നം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാം. അതായത് ലൈറ്റർ ഷെയ്ഡും ആണ്, എന്നാൽ അത്ര ബ്രൈറ്റർ ഷെയ്ഡും അല്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓറഞ്ച്, യെല്ലോ, റെഡ് അങ്ങനത്തെ കളേഴ്സൊക്കെയാണ് എനിക്കിഷ്ടം. എനിക്ക് ചേരുന്ന ഒരേ ഒരു പിങ്ക് റാണി പിങ്ക് ആണ്. എനിക്ക് ലൈറ്റ് പിങ്ക് എൻ്റെ സ്കിൻ ടോണിന് ചേരില്ല.
ഇതാണ് ഒരു കളർ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ കസവ് ശരിക്കും നല്ല കസവാണ്. ഇത് ഒറിജിനൽ കസവിൻ്റെ കളറാണ്. അതാണ് അടുത്തത്. ആ സെയിം തന്നെ ഒരു മെറൂൺ കളറാണ്. ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കസവാണ്. മെറൂൺ ഷെയ്ഡാണ്. ഇനി ഒരെണ്ണം ഇതിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് പാറ്റേൺ വൈസ്. അല്ലാത്ത സെയിം ഇതിൽ തന്നെ വരുന്നതാണ്. ഇതിനെന്ത് കളർ പറയണം എന്ന് എനിക്കറിയില്ല. ഇതൊരു ബ്ലൂയിഷ് ഗ്രീനാണ്. ശരിക്കും ഇതൊരു നേവി ബ്ലൂ ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറായിട്ട് എനിക്ക് തോന്നണേ. പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ കസവ് ഈ കളറുമായിട്ട് നല്ലൊരു ബ്ലെൻഡായിട്ട് നിൽക്കുന്നത്. നല്ല രസമുണ്ട് ഇത് കാണാൻ. നല്ലൊരു എടുപ്പുള്ള കളറാണ്. നല്ല എടുത്ത് നിൽക്കുന്നത്. ഈ കസവിൻ്റെ ഇടയിൽ കാണുന്നതുകൊണ്ടായിരിക്കും ഈ പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. ഇതിനെല്ലാം സെയിം ആണ് കേട്ടോ. റേറ്റ് സെയിം ആണ്. ഇതാണ് അതിൻ്റെ ഒരു ഇത്. നല്ല ഭംഗിയില്ല ഇതൊക്കെ. ഇതൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ നല്ല ഉടുത്താൽ നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. നല്ലൊരു ബ്ലൂ ആണ്. ഒരു വെറൈറ്റി ബ്ലൂ ആണ്. അതായത് കണ്ടിട്ടില്ല. നേവി ബ്ലൂ അല്ല, കരിനീല അല്ല, പിന്നെന്താണ് ഒരു അങ്ങനെയൊന്നും അല്ലാത്തൊരു ബ്ലൂ ആണ്. ഇതിലൊന്നും പെടാത്തൊരു ഗ്രീൻ കളറാണ്. ഗ്രീനിഷ് ബ്ലൂ ആണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയില്ല. ഇനി കാണിക്കുന്ന രണ്ടെണ്ണം 2.5 അതായത് ഹൈറ്റും വെയിറ്റും കുറഞ്ഞ ആൾക്കാർക്ക്, അതായത് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ, വണ്ണം തീരെയില്ലാത്തവർക്ക്, അങ്ങനെയുള്ളവർക്ക് 2.5 ഞാനത് എടുത്ത് പറയുകയാണ്. 2.5 2.5 എന്ന് പറയുന്ന അളവിലുള്ള സെറ്റും കൊണ്ടാണ് രണ്ടെണ്ണം. അത് ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ്. ഒരെണ്ണം ഒരു ഗ്രേയിഷ് ഗ്രീനാണ്. ഇതൊരു ചെറിയൊരു പച്ച കളർ ടിൻ്റുള്ള ഒരു ഗ്രേ കളറാണ്. അങ്ങനെ എനിക്ക് പറയാൻ അറിയുള്ളൂ ഈ കളറിനെ പറ്റി. ഒരു ചെറിയ പച്ച കളർ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്. പക്ഷേ ഈ കസവ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഈ കസവിൻ്റെ കളറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സാധാരണ ഉള്ളതിലെ മഞ്ഞ കളർ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഭംഗിയുള്ള കസവാണ്. ഇത് 2.5 കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ്. ഇത് നമ്മുടെ വൈക്കോലിൻ്റെ, അതായത് നമ്മുടെ കച്ചി എന്നൊക്കെ പറയില്ലേ, വൈക്കോലിൻ്റെ നെൽപ്പാടം ഉള്ളതിൻ്റെ കളറാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ ആണിത്. ഇത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഇത് അധികം കളർ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പറ്റിയൊരു കളറാണ്. ഇത് രണ്ടെണ്ണം സിമിലർ ആണ്, സെയിം ആണ്. 2.5 വരുന്നതാണിത്. കോട്ടൺ സെറ്റ് മുണ്ടിൽ ഞാൻ ഒരെണ്ണം കാണിക്കാൻ വിട്ടുപോയി. അത് ഈ ഒരു ഡബിൾ കളറാണ്. റെഡ് ആൻഡ് ബോട്ടിൽ ഗ്രീൻ ആണ്. അതൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഒന്നും ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആകാത്തൊരു കളർ കോമ്പിനേഷനാണ് റെഡ് ആൻഡ് ഗ്രീൻ. അപ്പോൾ ഇത് കുറച്ചൊരു ഡാർക്കർ റെഡും ബോട്ടിൽ ഗ്രീനുമാണ് 2 കളേഴ്സ് വരുന്നത്. അങ്ങനെയാണ് ഈ സെറ്റ് വന്നത്. ബ്ലാക്ക് കോട്ടണിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചതിൻ്റെ ഇടയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇത് എടുത്ത് കാണിക്കാൻ വിട്ടുപോയി. അത് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തേ. അപ്പോൾ ഇത്രയാണ് കോട്ടൻ്റെ സെറ്റ് മുണ്ടുകൾ. കോട്ടൺ കാറ്റഗറിയിൽ പെട്ട സെറ്റ് മുണ്ടുകളാണ് ഇപ്പോൾ ഇത്ര നേരം കണ്ടത്. ഇനി അടുത്ത കാറ്റഗറിയാണ്. അപ്പോൾ അത് ഞാനെന്ന് വെച്ചാൽ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം, അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ആയിപ്പോവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണാം. അപ്പം ഓക്കെ ദെൻ ബൈ.